ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലത്ത് വീട്ടിൽ റവന്യൂ റിക്കവറി നടപടിയുടെ ഭാഗമായി വിച്ഛേദിക്കപ്പെട്ട ശുദ്ധജല കണക്ഷൻ കുടിശ്ശിക അടച്ച് 4 മാസം പിന്നിടുമ്പോഴും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ശുദ്ധജല പ്രതിസന്ധി രൂക്ഷമായ കൊടുംവേനലിൽ വലയുകയാണ് ഉപയോക്താക്കൾ. സൗത്ത് പനമണ്ണ എഴുത്തച്ഛൻ കളംപറമ്പിൽ കണ്ണന്റെ വീട്ടിലെ കണക്ഷനാണ് വിച്ഛേദിക്കപ്പെട്ടത്. ജനുവരി 6-ന് പൈസ അടച്ചതാണ്. പിന്നെ ഒരു 8 പൈപ്പിൻ്റെ കണക്ഷൻ ഇട്ടിട്ട് പോയി, പിന്നെ ഊരിക്കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടല്ലേ. ഇതേവരെ വന്നിട്ടുമില്ല, ഇട്ട് തന്നിട്ടുമില്ല. അവരുടെ വീട്ടിൽ നിന്ന് എടുക്കുകയാണ്. വെള്ളം അവര് കുഴൽക്കിണറടിച്ച് എടുക്കുക. അല്ലാതെ അപ്പോൾ ഞങ്ങളെ വെള്ളത്തിന് ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾ. 2024 ഡിസംബർ 23 മുതൽ 2025 ഡിസംബർ വരെയുള്ള കുടിശ്ശികയുടെ പേരിലായിരുന്നു റവന്യൂ റിക്കവറി നടപടി. നോട്ടീസ് ലഭിച്ചതിനു പിന്നാലെ 3185 രൂപ ഒറ്റപ്പാലം 1 വില്ലേജ് ഓഫീസിൽ അടച്ചെങ്കിലും ശുദ്ധജല കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകിയില്ല. സമാനമായ പ്രതിസന്ധി മറ്റു പല ഗുണഭോക്താക്കളും നേരിടുന്നുണ്ട്. റവന്യൂ വകുപ്പിൽ നിന്നും ട്രഷറി അക്കൗണ്ട് വഴി ജല അതോറിറ്റിയുടെ അക്കൗണ്ടിലെത്താനുള്ള സാങ്കേതിക തടസ്സമാണ് ശുദ്ധജല കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സം. ഇത് സംബന്ധിച്ച പ്രശ്നം ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.